Hey guys, good morning. ഇന്ന് ഇവൻ്റെ എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ദിവസമാണ്. ഐ എം സോ എക്സൈറ്റഡ്. അവൾ LKG സ്റ്റാൻഡേർഡിലേക്ക് ജോയിൻ ചെയ്തിട്ട് അവളുടെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ റിസൾട്ട് ഞാൻ ഇന്ന് ലീവ് എടുത്തേക്കുവാണ്. ആൻഡ് റിസൾട്ട് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുന്നുണ്ട്. വെക്കേഷനായില്ലേ, അപ്പോൾ ചുമ്മാ ഒരു ജ്യൂസൊക്കെ കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആൻഡ് അവൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം എന്നുണ്ട്. ആൾ നല്ല ഉറക്കമാണ്. 11:30 വരെയാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയം. 11:30 വരെ ഉള്ളൂ. സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാരൻസ് മീറ്റിംഗ് റിസൾട്ട് പബ്ലിഷിംഗ് ആണെന്ന് അറേഞ്ച് ചെയ്തേക്കുന്നവർ. അപ്പോൾ 11:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് സോ ഞാൻ എക്സൈറ്റഡ് ആണ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാര് പൂച്ചക്കുഞ്ഞാണോ? ഇത് നമ്മുടെ പൂച്ചക്കുഞ്ഞാണോ? ആണോ? ഓടോ അച്ചോ, ചാച്ചിക്കോട്ടോ. ഐ ലവ് യു. ഓടൂ ഉമ്മ ചുണ്ടുവേന ഉമ്മവേന ഉമ്മത്ത ഉമ്മത്ത ഉമ്മ. മോർണിംഗ് കിസ് പ്ലീസ്, മോർണിംഗ് കിസ് പ്ലീസ്. അശ്ശേ, എവിടെയൊക്കെ തൊലിച്ചിരിക്കുന്നത് തലിമേട്. ഉമ്മല്ലേ? അത് നക്കി പോടാ. അയ്യോ, നമുക്ക് പണിയുണ്ട്. എന്തോ 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 എന്താ എവിടെ പോന്നേന്? റിസൾട്ട് നോക്കാൻ പോവാ. സ്കൂളിൽ പോലേ? ഓ, ദേവന്റെ സ്കൂളിന്റെ പേരെന്താ? LKGB. സ്കൂളിന്റെ പേരാ? പോടാ. സ്കൂളിന്റെ പേര് പറടാ. ഇക്കിളിയാക്കുന്നില്ല, സത്യം പറ. വെരി ഗുഡ്. അവിടെ ഏത് ക്ലാസ്സിലാ ദേവ് പഠിക്കണേ? ഇൻഫന്റ് ജീസസിൽ എത്രയിലാ പഠിക്കുന്നേ? ഇൻഫന്റ് ജീസസിൽ എത്രയിലാ പഠിക്കുന്നേ കൊച്ച്? 10ാം ക്ലാസ്സിലാണോ പഠിക്കുന്നേ? LKGB. മിസ്സിന്റെ പേരെന്താ? ഷിജിമ. ദേവന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? എന്താ പേര് ബെസ്റ്റ് ഫ്രണ്ടിന്റെ? കേറ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേരെന്താണെന്നറിയോ? ധ്വനിക ആൻഡ് പ്രജീഷ്. എന്നെയാണ് ഇഷ്ടം, അച്ഛനാണ് ഇഷ്ടം. പാട്ട് ഓടിത്ത ഞങ്ങൾക്ക് അങ്ങ് വാനൊക്കെ ഇവന്മാരാണ് ഞങ്ങളെ രാവിലെ ഈ ജനലിൽ കൊട്ടിയിട്ട് വന്ന് എണീപ്പിക്കുന്ന പുള്ളികൾ. പിന്നെ അവന്മാരെ പിടിക്കാൻ നിന്ന് പറയുന്നില്ല. അവന്മാരൊക്കെ പോടും. കാണിച്ചു തരാട്ടോ.
തുറന്ന അവന്മാർ ഓടുകൂടാ. അതെ ചില്ല് കണ്ടിട്ട് അവന്മാര് കണ്ടോ കാണിക്കുന്നുണ്ടോ കുറുമ്പ്. അവനെ ഫോട്ടോ എടുക്കണേ. എന്റെ മിക്കുവിന്റെ കണ്ണൊക്കെ കുത്തി പൊട്ടിക്കും. എന്തിനാ പോണേ? എക്സാം എഴുതാൻ പോണേണോ? സത്യം പറ, എവിടെ എന്തിനാ പോണേ? റിസൾട്ട് നോക്കാൻ പോകാന്ന് പറ. ആണോ? എന്താടാ നമ്മുടെ സ്കൂൾ എത്തി. സെന്റ് ജീസസ് സ്കൂൾ. കുഞ്ഞുങ്ങൾക്ക് സ്വയം തന്നെ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ളൊരു പബ്ലിഷിംഗ് റിസൾട്ടാണ് LKG UKG സ്റ്റാൻഡേർഡിലേക്ക്. ബട്ട് ഇതൊക്കെ ശരിക്കും നല്ലൊരു ഗുഡ് മെമ്മറീസാണ്. ആൻഡ് ഇതാണ് അവളുടെ സ്കൂള്. നല്ല വെയിൽ. ഷേക്ക് ഹാൻഡ് കൊടുക്ക്. താങ്ക് യു. ആരാ റെഡിയാക്കി? മാറാ ഇയാളെന്താ മിണ്ടാത്തെ? പോണോ? UKG പോണോ? എന്നാ പിന്നെ ഇവിടെ തന്നെ എത്തിക്കാൻ മിസ്സേ, കുഴപ്പമില്ല. മാർക്ക് കുറഞ്ഞത് മാത്സിലാണല്ലേ? ബാക്കി എല്ലാത്തിനും കുഴപ്പമില്ല. 567 ഔട്ട് ഓഫ് 600, 94%. 94% ഉണ്ട്. വെരി ഗുഡ്. കൺഗ്രാറ്റ്സ്. UKG പോവാണെന്ന് മിസ് പറഞ്ഞ കണ്ടോ? ഇഷ്ടായോ? പോണോ UKG-ലോട്ട്? പോണ്ടേ? മിസ്സിനോട് ഇരിക്കാൻ വന്നാ എന്നോടിരുന്നോ? ഞങ്ങളൊക്കെ പോകണേ UKG-ലോട്ട്. മിസ് UKG പോണ്ടോ കൂടെ? സംസാരിക്കാതെ. LKG സ്റ്റാൻഡേർഡിൽ നിന്ന് UKG-യിലേക്ക് പോകുമ്പോൾ ആൾക്ക് ഏറ്റവും നല്ല വിഷസ് എന്തൊക്കെയാണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വഴിയെ നമുക്ക് ഓരോ വീഡിയോസായിട്ട് കാണാം. എനിക്ക് ഈ സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്പേസാണ്. പിള്ളേർക്ക് തന്നെ കുറച്ച് എൻ്റർടൈൻമെൻറ്റും അല്ലെങ്കിൽ ഒരു ഡ്രിൽ പീരീഡൊക്കെ വരുമ്പോഴേക്കും സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് സ്പോട്ട്. അത്യാവശ്യം മുതിർന്ന കുട്ടികൾക്ക് ഒരു കാറ്റഗറി, ഒരു LKG to ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് ഒരു സ്പേസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതെന്താണെങ്കിലും നല്ലൊരു എന്താ പറയുക, സേഫായിട്ട് പ്ലേ ടൈമൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷനാണ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി. നല്ല വെയിലാണ്. നല്ലൊരു സർബത്തൊക്കെ കുടിച്ച് ഇതുവരെ, അതായത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം വരെയുള്ള ആളുടെ എക്സാംസിൻ്റെ ഓരോ പേപ്പേഴ്സും ഞാനിങ്ങനെ ഒരു കുഞ്ഞ് വീഡിയോ ആക്കി എടുത്തിട്ടുണ്ട്. എന്താ പറയുക, ആളുടെ കുഞ്ഞ് വിരലുകളും ഉണ്ട്, അല്ലെങ്കിൽ കുഞ്ഞ് കൈ കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എഴുതുകയും പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അമ്മ എന്നുള്ള നിലയ്ക്ക് അത് എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല ഹാർട്ട് ഫെൽട്ടായിട്ടുള്ള ഒരു മെമ്മറിയാണ്. സോ ഇത് ഞാൻ കീപ്പ് ചെയ്യുന്നു. വിഷ്ണു വാ, ഹായ് പറ. ദേവന്റെ സ്കൂളിൽ പോണു. LKG-ന്ന് UKG-യിലേക്ക് ആവണേണ്. അപ്പം നമുക്കിന്ന് ബുക്സ് പർച്ചേസ് ചെയ്യണം. അതിന് മുന്നേ മുപ്പത്തടത്ത് പോകണം. ഒരു മൺഡേ കിട്ടിയതാണ്. നല്ല ക്ലൈമറ്റാണ്, വലിയ വെയിലൊന്നും ഇല്ലാണ്ട്. പറഞ്ഞിട്ട് വെയിൽ വരരുത്. നല്ല ചൂടുണ്ട് കേട്ടോ. അത് കണ്ടോ നോക്ക്, നല്ല അടിപൊളിയായിട്ട് വേർത്ത് തുടങ്ങി ഞാൻ. ദേവും എന്താ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇവിടെ ഇരിക്കുന്നു. ഇറങ്ങാൻ വേണ്ടി പോയിട്ട് വേഗം വരാമെന്ന് വിചാരിക്കുന്നു. അവിടെ മറ്റേ ഷീറ്റിന്റെ ഇടയില. ഓ
കേറ്, അച്ഛടെ വണ്ടി പോയി കേറ്. അമ്മേ ഓ എന്റെ ബട്ടർഫ്ലൈയുടെ ബാഗില്ലേ ഉം. അതിന്റെ ഉള്ളില് ഉം. റിമോട്ടേക്കിനെ ആണോ? ഓക്കെ, കേറിക്കോ. വെയിലടിക്കട്ടെ മോനെ, ബാക്കിൽ ഇരുന്നാ മതി. വേണ്ട ഓക്കെ, ചിരിച്ചേ. ഈ വെറുതെടാ. ഒരു കൊച്ചു രണ്ടു അമ്മയുണ്ടാവും. എന്നിട്ട് ആക്ച്വലി ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നല്ല ഒരു വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്ലൈമറ്റാണ്. വലിയ വെയിലില്ല, എന്നാൽ മഴയുമില്ല, അങ്ങനത്തെ ഒരു ക്ലൈമറ്റ്. നമ്മൾ സാധാരണ ചെറിയ കാപ്പിയും ചെറിയ ബജികളൊക്കെ ആയിട്ട് വീട്ടിലിരിക്കാനായിട്ട് ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു ക്ലൈമറ്റ് ഇല്ലേ, അതുപോലെ. പക്ഷേ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങലല്ല, നല്ല പൊരി കത്തണ വെയിലത്തായിരുന്നു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീർത്ത് വീട്ടിലോട്ട് വന്നത്. അതിനിടയ്ക്ക് അവർക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും, അതുപോലെ തന്നെ ഇന്ന് ആക്ച്വലി സ്കൂളിൽ ബുക്സ് കൊടുക്കുന്ന ഡേ ആയിരുന്നു, 12th May. ആൻഡ് അപ്പോൾ നമ്മൾ ബുക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി പോയി. ഇനി ഞങ്ങൾക്ക് ബാഗും അതുപോലെ തന്നെ ബാക്കിയുള്ള ആക്സസറീസൊക്കെ വാങ്ങാനായിട്ട് ഈവനിങ് ഞങ്ങളുടെ മുപ്പത്തടം, സ്ഥലം വരുന്ന ആലുവ ആയതുകൊണ്ട് മുപ്പത്തടുത്ത് മൂവ്സ് എന്ന് പറയുന്ന ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ആലുവ, മുപ്പത്തടം, ആലങ്ങാട്, കോട്ടപ്പുറം ഈ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ശരിക്കും ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബാഗുകളാവട്ടെ, ബ്രൈഡൽസ് മുതൽ ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന സകല സാധനങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പുണ്ട് മുപ്പത്തടുത്ത്. എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, ബട്ട് എന്നാലും അഫോർഡബിൾ റേഞ്ചിൽ സാധനങ്ങൾ വാങ്ങാനും, ഇപ്പോൾ സ്കൂൾ ഓപ്പണിംഗ് ടൈമും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല കളക്ഷനോടുകൂടി, ഞാൻ അതിൻ്റെ വീഡിയോ ഇതിൽ ലാസ്റ്റ് പാർട്ടിൽ ആഡ് ചെയ്യാം. അത്യാവശ്യം നല്ല കളക്ഷനുണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുന്ന ഈ ഏരിയയിലുള്ള ആളുകളാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് എല്ലാ സാധനങ്ങളും കൂടെ കിട്ടും. അതായത് സ്കൂൾ ബാഗ്, അംബ്രല്ല ആൻഡ് ഷൂസ്, ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന ചപ്പൽ, ഇൻ കേസ് ഇപ്പം നമ്മൾ ഒഫീഷ്യൽ പേർപ്പസിനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ചെരുപ്പുകൾ, സകല സാധനങ്ങളും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ ക്രോക്സും കാര്യങ്ങളും. ഞാനിപ്പം 3rd ടൈമാണ് അവിടെ നിന്ന് ക്രോക്സ് വാങ്ങുന്നത്. നല്ലോണം നിൽക്കുന്നുണ്ട്, നല്ല അത്യാവശ്യം അഫോർഡബിൾ റേറ്റ് ആണ്. അണ്ടർ 300-നൊക്കെയാണ് ക്രോക്സ് ഒക്കെ സ്റ്റാർട്ടിങ് വരുന്നത്. കുട്ടികളുടെ ആണെന്നാണെങ്കിലും സെയിം തന്നെ അണ്ടർ 300 ആണ്. അത്യാവശ്യം നല്ല കുറേ സാധനങ്ങളുണ്ട്. പാരഗണിൻ്റെ ആയാലും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ബ്രാൻഡും അത്യാവശ്യം അഫോർഡബിൾ റേഞ്ചിൽ ഒഫീഷ്യൽ വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന ബാഗുകൾ, ബ്രൈഡൽസിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ നമ്മൾക്ക് പാം ഷൂസും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പം അത്യാവശ്യം നല്ല കളക്ഷനും ഉണ്ട് കേട്ടോ. ഞാൻ മുന്നേയൊക്കെ എന്തെങ്കിലും വാങ്ങാനായിട്ട് എന്തെങ്കിലും അത്യാവശ്യ സമയത്ത് വാങ്ങാൻ വരുന്ന സമയത്ത് കിട്ടാറില്ല. പക്ഷെ ഇപ്പം ഇന്നലെ ഈ കഴിഞ്ഞ വീക്ക് ഞാൻ പോയിട്ട് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആയിരുന്നു ഞാൻ നമ്മളുടെ പനയപ്പള്ളി ചുള്ളിക്കലുള്ള വിശാലിൽ പോയപ്പോഴും അത്യാവശ്യം നല്ല കുറേ ഡ്രസ്സുകൾ കുട്ടികൾക്കാണെങ്കിലും നമ്മൾ ഈ ഓഫീസിൽ പോകുന്ന വുമൻസിനാണെങ്കിലും കോളേജിൽ പോകുന്ന കുട്ടികൾക്കാണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രോപ്പ് ടോപ്സും അതുപോലെ തന്നെ ചെറിയ ടോപ്പുകളും സകല സാധനങ്ങളും കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ നെക്സ്റ്റ് മന്ത് വിശാലിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു കൊച്ചുണ്ടാണ്, ഒരു അണ്ണുണ്ടാന്ന്, പിന്നെ അന്നബെല്ലുണ്ടാന്ന്. അന്നബെല്ല ഇങ്ങനെ വന്നയാ, ഇങ്ങനെ വന്നേട്ടോ. ഞാൻ എൻ്റെ ഭൂതോക്കും ഇങ്ങനെ ഇതിൻ്റെ തൊലിയൊക്കെ പൊളിച്ചെടുക്കും.
അരച്ച് എന്നിട്ട് എന്നിട്ട് ഇതിന്റെ തൊലിയും മുറിച്ചെടുക്കും. ഇത്രയുള്ള നന്നിന്റെ പിന്നെ അന്നാബലയുടെ തൊലി മുറിച്ചെടുക്കും. എന്നെ കണ്ടത് നോക്കി വയറിരിക്കണത് അങ്ങനെയാണ്. എന്നിട്ട് കോൺജറിങ് ഉണ്ട്. കോൺജറിങ് കഴിഞ്ഞപ്പോൾ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇതായിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹൊറർ മൂവീസ് അറിയാലോ, റിവേഴ്സുകളാണ് കഥ. അപ്പോൾ അതിന് കോൺജറിങ് 2 തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അന്ന് ആ സിനിമ തുടങ്ങുന്ന ടൈമിലാണ് ഇതിൻ്റെ ട്രെയിലർ കാണിക്കുന്നത്. ലൈറ്റ്സ് ഔട്ട് ഇങ്ങനെ ഒരുപാട് ഹൊറർ മൂവീസ് ഉണ്ടാവില്ല. കാരണം ഹോളിവുഡിൽ അങ്ങനെയാണ്, ഹൊറർ മൂവീസ് ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ ഞങ്ങളൊന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് കൂടി നൈറ്റ് 11 മണി 10:45 ഷോയ്ക്കാണ് പോയേക്കണം. അപ്പോൾ അവിടെ പോയിട്ടിരുന്ന് ഇതിൻ്റെ ഈ പടം തുടങ്ങിയപ്പോഴത്തേക്ക് ഇതിൻ്റെ ട്രെയിലർ കാണിച്ച് അപ്പോൾ തന്നെ ഞങ്ങൾ കണക്കൂട്ടി. അമ്മയടുത്ത് പറയണം, അച്ഛ പറയണേ, അമ്മയടുത്ത് പറയണം ദേവു ഒന്നും കഴിച്ചില്ല എന്ന് പറയണ അച്ഛൻ. ഇന്നലെ ഐസ്ക്രീം കഴിക്കാൻ പോയപ്പോ കൊച്ചിനെ കള്ളം പറഞ്ഞു പഠിപ്പിക്കണ കള്ളി നിന്റെ അടുത്ത് ഒരു കാര്യം ഇവിടുത്തെ ഒരു കാര്യം പറയാൻ പറ്റൂല. കള്ളി ഞാൻ ദേവുനറിയാ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വഴക്കിടും, സത്യം പറഞ്ഞ അമ്മ തല്ലൂലാന്ന് അല്ലേ പൊന്ന. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഒരു ചിലർക്ക് പല താല്പര്യമുള്ള കോൺജറിങ് 2 എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒരു സിറ്റിയിലെ ഉള്ളിലടക്കണ ഒരു ഇതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ അത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺജറിങ് 2 നല്ല പടമായിരുന്നു. പക്ഷെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛ പറയട്ടെ പിന്നെ സത്യം സ്ട്രോങ് ആണ്. ഒറ്റക്ക് അടുക്കളയിൽ പോണം, ഒറ്റക്ക് റൂമിൽ പോയിട്ട് ഓയിസൊക്കെ എടുത്തിട്ട് വരണം. പറ്റുമോ? ഇന്നലെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാണ് അനബെല്ല ഉണ്ട് അമ്മ അവിടെ. ഞാൻ പറഞ്ഞ അനബെല്ലൊന്നുമില്ല, ദേവ് സ്ട്രോങ് ഗോളല്ലേ. എന്നിട്ട് അവിടെ പോയി ഒറ്റക്ക് ലൈറ്റ് ഇട്ട്, ഞാനേ ലൈറ്റ് ഇട്ട് അച്ചക്കാണ് പേടി. എന്താണ് പക്ഷെ പേടിയില്ലല്ലേ? ഇച്ചിരി പേടിയുണ്ടല്ലേ? പാറൂനൊക്കെ പേടിയുണ്ട്. അന്നബലേനെ അന്നെ പിന്നെ എന്റെ അന്നൂനെയും നന്നീനെയും അന്നും രണ്ടും മയക്ക് നോക്കി ചിക്കൻ തിരി എത്തിച്ചോളാത്തവിടെ ഒരു പാട്ട് പാടിക്കേ നോക്കട്ടെ. എന്ത് കൊഞ്ചാണ് ഞാൻ ഇതൊക്കെ നാണോണോ? അത് പൊന്നോ, വീട് ഇങ്ങനെ തലകീഴായിട്ട് തിരിച്ചു വെക്കണം മുതല. അത് അല്ല കളിപ്പെണ്ണേ. തേടി വരും കണ്ണുകളിൽ പാട് സ്വാമി വെള്ളിമണിൽ ശ്രീകോവിൽ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി ഈശ്വരനേ ശിവനേ ശ്രീരാമുരുണി സത്യനേ ഭക്തനേ
അയ്യപ്പ സ്വാമി കാലം ജഗരമ്മി കാലമുഖരമ്മി തരുളൂണ് വരമരുളണ് പിണങ്ങുന്നേ അയ്യപ്പ സ്വാമി അഭയം അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അഭയം അയ്യപ്പ സ്വാമി. നമ്മൾ തമ്മിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടെന്നാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാം. ആൻഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വരുന്ന എപ്പിസോഡ്സ് അല്ലെങ്കിൽ വരുന്ന വീഡിയോസ് എന്തുമായിട്ട് റിലേറ്റഡ് ആവണം എന്ന് നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും അഡ്വൈസ് തരാറുണ്ടെങ്കിൽ എല്ലാവരും നമ്മൾ ഒരു ഫാമിലി എന്നുള്ള രീതിക്ക് തന്നെ സംസാരിക്കാം. അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. കുഞ്ഞു വിശേഷങ്ങളാണ്. വരുന്ന വലിയ വിശേഷങ്ങൾ നമ്മളെല്ലാവരുമായിട്ടും ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ബൈ ഫ്രം കൈലൈ സ്റ്റോറീസ്. ഗുഡ് നൈറ്റ്.